ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമാകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അമേരിക്കൻ മാർക്കറ്റുകൾ ഇന്നലെ വീക്കായിരുന്നു, അതോടൊപ്പം തന്നെ യൂറോപ്പ് വീക്കായിരുന്നു. ഇന്നലെ എല്ലാ ഏഷ്യൻ മാർക്കറ്റുകളും വീക്കായിരുന്നു. കമോഡിറ്റികളും ഇന്നലെ സ്ലൈറ്റ്ലി വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരുന്നത്. ഗോൾഡ് $3270 പെർ ഔൺസിനാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $33.2 പെർ ഔൺസിനാണ് ട്രേഡ് ചെയ്യുന്നത്. അതേസമയം ബ്രെൻഡ് ക്രൂഡ് ഓയിൽ $65.10 പെർ ബാരലിനാണ് ട്രേഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും US ഫെഡറൽ കോർട്ടിൻ്റെ ഒരു ഇമ്പാക്റ്റാണ്. ഒരു ഫെഡറൽ കോർട്ട് ട്രംപിൻ്റെ അധികാരം, അതായത് റെസിപ്രോക്കൽ താരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട് ട്രംപിന് അധികാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ പ്രഖ്യാപനം സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഏഷ്യൻ മാർക്കറ്റുകളിലുണ്ട്. പക്ഷേ ഈ കോർട്ടിൻ്റെ ഡിസിഷനൊക്കെ വൈറ്റ് ഹൗസിന് അപ്പീൽ ചെയ്യാവുന്നതാണ്. അമേരിക്കയിലായ കാരണം നമുക്കിതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്തായിരിക്കും എന്നുള്ള കാര്യമൊന്നും പറയാൻ സാധിക്കില്ല. അതോടൊപ്പം തന്നെ എലോൺ മസ്ക് ട്രംപിൻ്റെ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റൊക്കെ ഒരുപക്ഷെ എലോൺ മസ്കിൻ്റെ ടെസ്ല സ്റ്റോക്കിൽ കണ്ടേക്കാം. ഈ NVIDIA Q1 റിസൾട്ട് അനൗൺസ് ചെയ്തിരുന്നു. ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആയിരുന്നു. ഗൈഡൻസും ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ്. അതുകൊണ്ട് തന്നെ NVIDIA 4.5% ബെറ്റർ ആയിട്ടാണ് ആഫ്റ്റർ അവേഴ്സിൽ ട്രേഡ് ചെയ്യുന്നത്. മറ്റെല്ലാ ടെക്നോളജി സ്റ്റോക്കുകളും സ്ലൈറ്റ്ലി പോസിറ്റീവ് ആയിട്ടാണ് NVIDIA Q1 റിസൾട്ടിന് ശേഷം അമേരിക്കയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സിൻ്റെ ആക്ടിവിറ്റി ഇന്നലെ നോക്കുകയാണെങ്കിൽ 4662.92 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഡൊമസ്റ്റിക് ഫണ്ടുകൾ 7911.99 കോടി രൂപയ്ക്കുള്ള സ്റ്റോക്കുകൾ ഇന്നലെ വാങ്ങിയിട്ടുണ്ട്. ഇത് തീർച്ചയായിട്ടും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട്. ഒപ്പം നമ്മുടെ IIP ഡാറ്റ വന്നിട്ടുണ്ട്. ഏപ്രിലത്തെ 2.7% ലോവസ്റ്റ് ലെവൽ റേറ്റാണ് 8 മാസത്തെ. ഇത് പക്ഷേ ഒരു കോസ് ഫോർ കൺസേൺ ഒന്നുമല്ല. എന്നിരുന്നാലും അത് ഓവറോൾ നോക്കുമ്പോൾ ചെറിയൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അത് ഓൾറെഡി മാർക്കറ്റിൽ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്, അത്തരത്തിലുള്ളൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ്. ഇനി നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസൊക്കെ നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് നമ്മുടെ ആധാർ പോലെയുള്ള കാർഡുകളൊക്കെ മുമ്പ് ഇംപ്ലിമെൻ്റ് ചെയ്തിരുന്നു. അതേപോലെ ഡിജിറ്റൽ അഡ്രസ്സ് എല്ലാ വീടുകൾക്കും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റായിട്ടാണ് ഇതിൻ്റെ ആക്ഷൻസൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം അവസാനത്തോടു കൂടി ഒഫീഷ്യൽ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നു പറയുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു ഡിജിറ്റൽ അഡ്രസ്സും കൂടി ആവാൻ പോവുകയാണ്. ഒപ്പം നമ്മൾ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q4 റിസൾട്ടുകൾ എന്നല്ലേ ഇൻസെക്ടിസൈഡ്സ് ഇന്ത്യ, അതുപോലെ തന്നെ സെയിൽ, ഈ 2 കമ്പനികളാണ് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് റിസൾട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 2 കമ്പനികളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനാണ് ഇന്നത്തെ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ് സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ LNT മൈൻട്രി ആരാംകോ ഡിജിറ്റലായിട്ട് ഒരു JV വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ. LNT മൈൻട്രീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. HG ഇൻഫ്ര 600 മെഗാവാട്ട് പെർ അവർ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിൽ ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നാണ്. പോസിറ്റീവ് ന്യൂസാണ് HG ഇൻഫ്രനെ സംബന്ധിച്ച്. BASF ജർമ്മൻ കമ്പനിയാണ്, പെസ്റ്റിസൈഡ് രംഗത്തുള്ളൊരു കമ്പനിയാണ്. 2 പുതിയ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. റൈസ് പ്രൊട്ടക്ഷന് വേണ്ടിയാണ്. വലക്സിയോ അതുപോലെ തന്നെ മിബേലിയ എന്ന് പറയുന്ന 2 പ്രൊഡക്റ്റുകളാണ്. ഈ വലക്സിയോ മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റാണ്. ഇത് എക്സ്പോർട്ടിനും കൂടിയാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത്. BASF സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. സുപ്രീം ഇൻഡസ്ട്രീസിൽ പ്രൊമോട്ടേഴ്സ് ബൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പ്രൊമോട്ടേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യുന്നുണ്ട്. ഈ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. റിലയൻസ് പവറിൻ്റെ സബ്സിഡിയറി റിലയൻസ് ന്യൂ എനർജി പ്രൈവറ്റ് ലിമിറ്റഡിന് SJVൻ്റെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസ്മിഷൻ സിസ്റ്റമാണ്. സോളാർ സിസ്റ്റമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു സിസ്റ്റമാണ്. ഒപ്പം ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിനും കൂടിയുള്ള ഒരു ഫെസിലിറ്റി ഇതിലുണ്ട്. തീർച്ചയായിട്ടും റിലയൻസ് പവർ, റിലയൻസ് ഇൻഫ്ര, 2 കമ്പനികളും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ധാരാളം ന്യൂസ് ഫ്ലോസ് വന്നുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റാണ് ഈ കമ്പനികളെ സംബന്ധിച്ച് നമുക്ക് ഈ ന്യൂസിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 4 IPOസും ഓവർ സബ്സ്ക്രൈബ് ആയിരിക്കുകയാണ്. AG സ്വാപ്പാക്ക് നല്ല ക്ലോസ് ചെയ്തിരുന്നു. 2.09 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതുപോലെ തന്നെ ലീല ഹോട്ടൽസ്, ഷ്ലോസ്
4.5 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അതുപോലെ തന്നെ നമ്മൾ സ്ട്രോങ് ആയിട്ട് സജസ്റ്റ് ചെയ്തിട്ടുള്ള പ്രോസ്റ്റാം ഇൻഫോ സിസ്റ്റംസ് 12.65 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. ഇന്നാണ് ക്ലോസിംഗ് വരുന്നത്. സ്കോഡ പൈപ്സ് ഫസ്റ്റ് ഡേ തന്നെ 2 ടൈംസ് ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും IPO മാർക്കറ്റ് ചൂട് പിടിക്കുകയാണ്. ഇതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ സെക്കൻഡറി മാർക്കറ്റിലും കണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഹീറോ ഫിൻകോർപ്പ്, അതുപോലെ തന്നെ HDB ഫിനാൻഷ്യൽ സർവീസസ്, ടാറ്റ ക്യാപിറ്റൽ, ഇത്തരത്തിലുള്ള കമ്പനികളുടെ IPOസും അടുത്ത ആഴ്ചകളിലൊക്കെ വന്നേക്കാം എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. തീർച്ചയായിട്ടും ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻ്റ് ആണ്. ഗ്ലോബൽ ഫാക്ടേഴ്സും അതുപോലെ തന്നെ ട്രംപിൻ്റെ അനൗൺസ്മെൻറ്റുകളാണ് ചെറിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നല്ലോ. മറിച്ച് Q4 റിസൾട്ടുകൾ ഈ ആഴ്ചയോടുകൂടി എല്ലാ റിസൾട്ടുകളും അനൗൺസ്മെൻറ്റ് കഴിയും. അതിനുശേഷം അടുത്ത ആഴ്ചയിൽ ഒരു ഓവറോൾ അസസ്മെൻറ്റിന് ശേഷം മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകളാണ് കാണുന്നത്. നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിരുന്ന പോലെ നിഫ്റ്റിയും സെൻസെക്സും ദീപാവലിക്ക് മുമ്പ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്യുന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. എന്നിരുന്നാലും ഇൻ്റർമീഡിയറ്റ് വൊളാറ്റിലിറ്റിയൊക്കെ മാർക്കറ്റിൽ കണ്ടേക്കാം. വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. Q4 റിസൾട്ടുകൾ നല്ല റിസൾട്ടുകൾ കാഴ്ചവെച്ചിട്ടുള്ള സ്റ്റോക്കുകൾ, അതോടൊപ്പം തന്നെ ഗവൺമെൻറ് ഡിഫൻസ് പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ടുള്ള അനൗൺസ്മെൻറ്റുകൾ വരുമ്പോൾ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാകാവുന്ന കമ്പനികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ഡേ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.